തിരുമേനി എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പ്രാർത്ഥന ഏതാ? ഒത്തിരി പ്രാർത്ഥനകളുണ്ടല്ലോ നമ്മുടെ സഭയില്. അപ്പൊ അതിന് തിരുമേനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥന ഏതാ? ഇപ്പൊ പറഞ്ഞാല് നിങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് അറിവ് കാണത്തില്ല. ഇത് വളരെ ചെറുപ്പം മുതൽ, അതായത് അക്ഷരം വായിക്കാൻ തുടങ്ങിയപ്പം മുതലേ എൻ്റെ അമ്മ വിശുദ്ധ കന്യാമറിയാമിനോടുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയവ. ഞാൻ ആ പുസ്തകം ഇതുവരെയും എൻ്റെ കയ്യിലുണ്ടായാലും ഇപ്പോൾ അത് കാണുന്നില്ല. ആ പ്രാർത്ഥന ആണ്, അല്ലാതെ ഇപ്പോഴത്തെ ഉള്ള ക്രമത്തിലുള്ള പ്രാർത്ഥനയോ സന്ധ്യാനമസ്കാരത്തിലേതോ ഒന്നുമല്ല. അമ്മ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം എന്നെ കൊണ്ട് വെള്ളം മുന്നിൽ വെച്ച് ആ പ്രാർത്ഥന അല്പം ദീർഘമായിട്ടുള്ള അതിനകത്ത് വിശുദ്ധ മത്തായി ശ്ലീഹ അറിയാമോ? മത്തായി ശ്ലീഹ എഴുതിയതാ കന്യാമറിയാമിനോടുള്ള മധ്യസ്ഥതയാണ്. അത് ആ സമയത്ത് കുരിശ് വരയ്ക്കണം, എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പരിചയമില്ലാത്ത വാക്കുകളൊക്കെ, പക്ഷേ ആ പ്രാർത്ഥനയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ചെറുപ്പത്തിലുള്ള ഈയിടയിൽ വരെ എൻ്റെ പേഴ്സിൽ ഒരു കൊച്ചു പുസ്തകം ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന. ഇപ്പോഴത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആ പ്രാർത്ഥന പുസ്തകം. അതിനകത്തെ ചില വാചകങ്ങളൊക്കെ അതാണ് ഓർക്കുന്നത്. അല്ലാതെ മറ്റൊരു സാധാരണ എനിക്കിഷ്ടമുള്ള പാട്ടുകളോ അല്ലെങ്കിൽ അതൊക്കെ ഓർക്കുകയോ, പിന്നെ സങ്കീർത്തനോ, 51 സങ്കീർത്തനോ ഒക്കെ ഓർമ്മ വരും പെട്ടെന്ന് പെട്ടെന്ന്. പിന്നെ ഏതെങ്കിലും ചൊല്ലിപ്പരിചയമുള്ള സുറിയാനി പാട്ട് അറിയാതെ പാടിപ്പോവും. അന്ന് സുറിയാനിയിലായിരുന്നു. പിന്നെ മലയാളത്തിൽ ഉള്ളതൊക്കെ ചിലപ്പോൾ അങ്ങനെ വരുന്നത്. ഇത് പ്രധാനമായിട്ട് ഓർമ്മ വെക്കും. ആ പ്രാർത്ഥന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. മത്തായി ശ്ലീഹായുടെ പ്രാർത്ഥന. മത്തായി ശ്ലീഹയുടെ നാമത്തിൽ ഇവിടെ കോഴഞ്ചേരി പള്ളിയുണ്ട്, സെൻറ്റ് മാത്യൂസ്, മുത്തൂറ്റുകാരൊക്കെ ഉള്ള. അപ്പോൾ അവിടെ ആ നാമത്തിൽ അവിടെ ഒരാളുടെ കയ്യിൽ ഞാൻ പുസ്തകം മാറ്റതായി ഇപ്പോഴേ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആ പുസ്തകം. മധ്യസ്ഥന്മാരിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ആരാ? പരിശുദ്ധന്മാർ മധ്യസ്ഥന്മാരുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട അത് തോമാ ശ്ലീഹ. അത് കാരണം എന്താ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ആദ്യം മനസ്സിൽ വരുന്നു. ചെറുപ്പം മുതലേ സെൻറ്റ് തോമസ്. പിന്നെ ഞാനത് തോമാ ശ്ലീഹായെക്കുറിച്ച് നമ്മുടെ സഭാകവി CP ചാണ്ടി സാറ് ഈ ഒരു ഗദ്യശകലം, പാട്ടല്ല, അത് വലിയ പണ്ടത്തെ മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ ചൊല്ലി മനസ്സിൽ കിടപ്പാണ്. ഇന്ത്യ നാട്ടിൽ സ്വന്തം രക്തം ചിന്തി ജീവൻ സന്ധ്യജിച്ച സെൻറ്റ് തോമസിന് അന്തസ്സുള്ള സന്താനങ്ങൾ. അന്ന് കേട്ടപ്പം മുതൽ വർഷങ്ങൾക്ക് മുമ്പാണ് സെൻറ്റ് തോമസിൻ്റെ ഒരു ശതാബ്ദിയുടെ ഒരു മീറ്റിങ്ങിൽ സാറിങ്ങനെ ചൊല്ലിയത്. സാർ എഴുതിയതാണ്, കവിത എഴുതുന്ന സാറാണ്, പക്ഷേ ഇതിങ്ങനെ പ്രാസം ഒപ്പിച്ച് ഒരു വാക്കിയത്. ഇന്ത്യ നാട്ടിൽ സ്വന്തം രക്തം ചിന്തി ജീവൻ സന്ധ്യജിച്ച സെൻറ്റ് തോമസിന് അന്തസ്സുള്ള സന്താനം. 7 എന്താവട്ടെ. അപ്പം അത് മനസ്സിൽ സെൻറ്റ് തോമസ് അല്ലെങ്കിൽ നമ്മുടെ പിതാവാണ്, നമുക്ക് നമ്മളെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് എവിടെ ആയാലും അത് ആദ്യം ഓർക്കും. പിന്നെ ഇപ്പോൾ പരിശുദ്ധ പരമൻ തിരുമേനി. സഭാകവി CP ചാണ്ടി സാർ ഒരുപാട് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടല്ലോ. അതില് തിരുമേനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? അത് ആദ്യം ഓർമ്മ വരുന്ന നിർമ്മലമാ ഉദരേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാം ആത്മജനെ പ്രേഷിപ്പിച്ചവനാം നിർമ്മലതാതൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മെ തൻ പിതൃസുതരാക്കി പാവനറൂഹായോട് ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റാൽ. വലിയ വേദശാസ്ത്രം അടങ്ങിയിട്ടുള്ളൊരു ഭാഗമാണ് അത്. നമ്മുടെ ഒരു വലിയ വേദശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ VC സാമുവേലച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സെമിനാരി പഠിപ്പിച്ചതാണ്. അദ്ദേഹം ക്രിസ്റ്റോളജി എന്ന് പറയുന്ന ആ വിഭാഗമാണ് പഠിപ്പിച്ചത്. ക്രിസ്റ്റോളജി ക്രിസ്തു ശാസ്ത്രം, കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സുറിയാനിയിലായി പാട്ടുള്ളത്. അതിൻ്റെ ഗദ്യം അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ പട്ടക്കുന്നലെ ബാവാ തിരുമേനിയും കോനാട്ട് മൽപ്പാനത്തിനുമൊക്കെ തർജ്ജമ ചെയ്ത് കൊടുത്തത് ഗദ്യം കണ്ടുകൊണ്ട് പദ്യമാക്കിയത്. ഈ പാട്ട് മുഴുവൻ അങ്ങനെ ഇവർ ഇന്നെ തർജ്ജമ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ആശയം മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഒരു 4 വരികളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ VC സമ്മേളനത്തിന് ഞങ്ങൾ വൈദികരായി ഞങ്ങൾ ക്ലാസ് കേട്ടിട്ടുള്ളത് ചാണ്ടി സാറിൻ്റെ ആ സുറിയാനി തർജ്ജമ ഗാനമാക്കിയപ്പോൾ അതായത് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥത്തിലെ ഒരു അണുപോലും നഷ്ടപ്പെടാതെ അത് അതിനകത്ത് ഉൾക്കൊള്ളിച്ചു. അതുകൊണ്ട് ആ സാറിന് അങ്ങനെ എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ സാറിനെ അനുമോദിക്കുന്ന ഒരു ക്ലാസ് ഞാൻ കേട്ടു. നിർമ്മലമാമുദരെ ആ വാക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്ന് നിർമ്മലമായി വസിച്ചു അപ്പോൾ ആ തൻ സാമ്യം നാം പൂണ്ടിടുക, നമ്മുടെ സാമ്യം അവൻ പൂണ്ടു. അതൊക്കെ ആ വാക്കുകൾ ഉപയോഗിക്കുന്ന വലിയ അർത്ഥമുള്ളതാണ്. അതൊക്കെ പെട്ടെന്ന് ഓർക്കുന്നത് ഒരുപാടുണ്ട്. ആരുടെയൊക്കെ കഥ ഇതിനകത്തിപ്പോൾ പറയാൻ പറ്റില്ല. തിരുമേനിയുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷവും ഒരു തമാശയായിട്ട് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? അത് ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു പുഞ്ചിരി. തമാശ അങ്ങനെ ചാണ്ടിതാൻ്റെ കൂടെ താമസിച്ച തമാശ കൂടുതൽ ഓർക്കുന്നത് കവയ അത് ഈ ഒരു 10-40 കൊല്ലം ഒന്നിച്ച് താമസിച്ചതാണ്. അപ്പോൾ ഈ ഒരച്ഛനെ ഈ ഞങ്ങളുടെ പത്രത്തിൻ്റെ അടുത്താണ് ഈ ടാക്സിനകത്തുണ്ട് അങ്ങാണ്ട് ഇഷ്ടംപോലെ അവരുടെ സ്ഥലത്തുണ്ട്. ഈ അച്ഛൻ്റെയൊക്കെ സ്ഥലത്തിലുള്ള വാക്ക് സ്ഥലത്ത് തന്നെ അച്ഛൻ ഇഷ്ടംപോലെ തിന്ന് പരിചയമുണ്ട്. അച്ഛനെ അവിടുന്ന് ഒരു പള്ളിയുടെ ചുമതല കിട്ടിയത് നാരണമുടിയില്ല. ഈ പറഞ്ഞാലൊക്കെ ഇഷ്ടംപോലെ തിന്ന് കണ്ണും കേട്ട് കിടക്കുന്ന അച്ഛനായിട്ടും വലിയ തമാശയാണ്. അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ വെയിലത്ത് പറഞ്ഞാണ്ടി ഉണങ്ങുന്നു, പച്ച പറഞ്ഞാണ്ടി വെച്ചിട്ട് ഉണങ്ങുക. അപ്പോൾ അച്ഛത് കണ്ടപ്പോഴത്തേക്ക് മുറ്റത്തൊന്നും കയറുന്നില്ല വീട്ടിലോട്ട്. അവിടെ നിൽക്കുക വെയിലത്ത്. അയ്യോ ഇതെന്തോ സാധനം, ഇതെന്തോ എന്നാൽ അവിടുത്തെ കൊച്ചനോട് ചോദിച്ചു. അയ്യോ അച്ഛൻ അറിയത്തില്ല പറഞ്ഞാണ്ടി. അപ്പോൾ ഈ പച്ചപ്പറങ്ങാണ്ടി എടുത്ത് കടിക്കാൻ തുടങ്ങിയത് ഇതൊക്കെ അറിയാവുന്ന കടിക്കാൻ. അച്ചോ കടിക്കല്ലേ, അച്ഛനെ ഇവിടെയൊക്കെ കുഴപ്പമാകും. കടിക്കല്ലേ കണ്ടിരുന്നു. കടിക്കാൻ എന്തോ കുഴപ്പമാണ്. അപ്പം അങ്ങനെ പറഞ്ഞു അയ്യോ അച്ഛൻ കഴിച്ചിട്ട് കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് കാണിച്ചപ്പോൾ വലിയ കൊച്ചമ്മയെ കൊണ്ട് 2 അടങ്ങൽ പറഞ്ഞാൽ ചുട്ട് മുഴുവൻ തിന്നെ ചവിട്ടുപോകും. അച്ഛൻ്റെ തമാശ പറഞ്ഞല്ലേ, അത്ര തമാശ കളിയിട്ട് അണ്ടിസാർ പറയുന്ന. തിരുമേനിയുടെ ജീവിതത്തിൽ ദൈവത്തെ തൊട്ടറിഞ്ഞൊരു സംഭവം ഉണ്ടോ? ദൈവം ഇടപെട്ട അല്ലെങ്കിൽ ദൈവം സ്പർശിച്ച ഒരു സംഭവം എന്നൊക്കെ പറയാൻ. സംഭവം ഒന്നാൽ തിരിയുന്നത് ഞാൻ മൊത്തത്തിലാകുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചാൽ ആഗ്രഹിച്ചതല്ല, അത് സാധിച്ചു. അച്ഛനാകാനിങ്ങനെ ദൈവം കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പ്രചോദനം കിട്ടി. പിന്നെ ദൈവം എനിക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു ക്രമമായിട്ടെല്ലാം പടിപടിയാക്കി. ഞാൻ പറഞ്ഞില്ലേ കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, നടന്നോളും അത് നടന്നു. കോളേജ് ജോലി കിട്ടി, സ്കൂളിൽ ജോലി കിട്ടി, കോളേജ് ജോലി കിട്ടി. പെൻഷനായി. VRS എടുത്താൽ പോയി 2 കൊല്ലം നേരത്തെ വയനാട്ടിൽ പോയി. വയനാട്ടിൽ ഒരിക്കൽ പോലും താമസിക്കുമെന്ന് വിചാരിച്ചതല്ല. അവിടെ പോയി 18 വർഷം ഭാനുക ജീവിച്ചവിടെ. ഒന്നാന്തരം ക്ലൈമറ്റ്.
അതിന് സുഖമായിട്ട് നല്ല മനുഷ്യർ, അവർ സ്നേഹമുള്ളവർ. അപ്പോൾ ഭദ്രാസനം ഒന്നുമില്ലാത്ത ഭദ്രാസൻ ഇപ്പം സമൃദ്ധിയായ ഭദ്രാസനമായി. അത് കഴിഞ്ഞ് തുമ്മോൺ വരാൻ ഉദ്ദേശിച്ചില്ല. അങ്ങനൊരു നിയോഗമുണ്ടായി. യൗസേബിസ് തിരുമേനി 2009 ജനുവരി 21 കാലം ചെയ്തു. അപ്പോൾ ഒരു വേക്കൻസി ഇവിടെ വന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് നിയമിച്ചു. അത് ഞാൻ ഉദ്ദേശിച്ചതല്ല. പ്രായമാകുമ്പോൾ വയനാട്ടിൽ ഇങ്ങനെ നാട്ടിൽ വരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നു 15 വർഷത്തോളം ഇപ്പോൾ തുമ്പോൺ ഭദ്രാസനം ഭരിച്ചു. എല്ലാം ഇങ്ങനെ. ഇത് ഞാൻ വില കൊടുത്ത് വാങ്ങിച്ച സ്ഥലമാണ്. വേറെ വില കൊടുക്കാതെ 5 കൂട്ടം സ്ഥലം കിട്ടി. വെച്ചൂച്ചടത്ത് ചെന്നപ്പോൾ പ്രായമുള്ളവരെ കണ്ടപ്പോൾ പ്രയാസം. നവജീവനിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു, ജോസഫ് മടശ്ശേരി അച്ഛൻ. നിങ്ങൾ കണ്ടു. ഞാൻ ആ കലം വാങ്ങിച്ചതാണ്. അവിടെ ഒരു ചെറിയ കെട്ടിടം വെച്ചു. അന്നേരം എന്നെ അത്രാത്തിലാക്കി വയനാട്ടിൽ വിട്ടു. പിന്നെ അത് ഉപയോഗിക്കാൻ അന്നേരം പറ്റിയില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, നമുക്കവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കാം, പ്രായമായി മരിക്കാറായവർക്ക് ശുശ്രൂഷിക്കാം. അവധിയിൽ നിന്ന് ഒരു 6 പേരെ കൊണ്ടു. വഴിക്ക് വെച്ച പകുതി എത്തുമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അവർ 15 വർഷമായിട്ട് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ബാക്കി ആളുകൾ 120 പേർക്ക് ഇപ്പോൾ ഭക്ഷണവും പത്രവും മരുന്നും എല്ലാം കൊടുക്കുന്ന. അതങ്ങനെ തുടങ്ങി, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ കിട്ടിയ സാധനങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. അതെല്ലാം നടക്കുന്നു. ഓൾഡ് ഏജ് ഹോമുണ്ട്, മെൻ്റലി റിട്ടാർഡ് സ്കൂളുണ്ട്, പാലിയേറ്റീവ് കെയറുണ്ട്. 600-700 വീടാണ് മൊബൈൽ യൂണിറ്റിൽ ഇങ്ങനെ പോയിക്കുന്നു. അതുപോലെ ഗബ്രിയേൽ ജോസഫ് അച്ഛനാണ്. അച്ഛന് ബദനിയാശ്രമത്തിൽ നിന്ന് അവാർഡ് കൊടുത്തു ഈ ശുശ്രൂഷയിൽ നിന്ന്. നല്ല 700 വീടും മറ്റും പോയി വിസിറ്റ് ചെയ്ത്, ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, മരുന്നുണ്ട്, എല്ലാം കൊണ്ട് കൊടുത്ത് രോഗികളെ ശുശ്രൂഷിക്കുന്നു. അതൊക്കെ ഈ 15 വർഷത്തിന് നടന്നു. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടെ. ഇതിനൊക്കെ ആദ്യം കടമുണ്ടായിരുന്നു, അതൊക്കെ വീടി, എല്ലാം വീടി. പിന്നെ എല്ലാം ദൈവം നടത്തിയെന്നുള്ളതിന് ഒരു തടസ്സവും കൂടാതെ എല്ലാം നടത്തി. തിരുമേനി, പണ്ട് കാലത്ത് ദൈവവിശ്വാസം ഇല്ല എന്നൊരാൾ പറയുന്നത് നമുക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ദൈവത്തിനുള്ള വിശ്വാസം വളരെ കുറഞ്ഞു വരും ആൾക്കാരിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ. അപ്പം അത്തരം യുവജനങ്ങൾക്ക് ഒരു സന്ദേശം കൊടുക്കാൻ പറയുമ്പോൾ തിരുമേനി എന്തായിരിക്കും അവർക്ക് കൊടുക്കുക? ശ്വാസം കുറഞ്ഞു എന്ന് പറയുന്നത് ഉള്ളതിന് അതിന് ശരിയായിരിക്കാം. എന്നാൽ അന്നത്തെ ആളുകൾ അവരുടെ എല്ലാം അവർക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നു. ആദ്യ വിദ്യാഭ്യാസം നമ്മളെ പോലില്ല, എങ്കിലും അവരത് കൃത്യമായി പാലിക്കുന്നതിനുള്ള ഒരു ഇതുണ്ട്. അത് ദൈവത്തിൽ ആശ്രയിച്ചാൽ അവർക്ക് അനുഗ്രഹമാകും, അവർക്ക് രക്ഷപ്പെടണമെന്നൊക്കെ അതിന് കർത്താവ് വിശ്വസിച്ച് രക്ഷിക്കപ്പെടും എന്നുള്ളൊരു വലിയ ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലധികം അറിവ് കിട്ടി തുടങ്ങിയപ്പോൾ അതങ്ങനാണോ ഇങ്ങനെയാണോ ചോദ്യം. അഗസ്തീനോസ് എന്ന് പറയുന്ന വലിയ വിശുദ്ധനെ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം എന്നും സംശയമാണ്. യുവാവായിരുന്നപ്പോൾ സർവത്ര സംശയം, ദൈവത്തിൽ സംശയം, മനുഷ്യർക്ക് സംശയം, സർവത്ര സംശയം. ഈ സംശയം കൊണ്ട് ഒരിക്കൽ കടൽ തീരത്തോട് ഇങ്ങനെ നടക്കുക, തലകരുതി പോയിരിക്കുക, ഒന്നും തന്നെ വിശ്വാസമില്ല. യുവാത്വത്തിൽ അങ്ങനെ സംശയങ്ങളും കൂടുതലാകും, ചോദ്യമാകും, വിമർശനമാകും. ഇതെല്ലാം മനസ്സിൽ കിടന്നിങ്ങനെ കുഴഞ്ഞു കിടക്കുമ്പോൾ കടൽ തീരത്തോട് നടന്നിങ്ങനെ അങ്ങോട്ട് വിലാത്തുമ്പോൾ ഒരു കൊച്ചുകുട്ടി, ഒരു 3 വയസ്സോ 4 വയസ്സോ കാണും, മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആ പുള്ളിയുടെ ഒരു കാരണവശാലും അവിടെ ഒരു കൊച്ചുകുട്ടി വരാൻ സാഹചര്യമില്ല. ആ കുട്ടിക്ക് ഓടിച്ചെന്ന് ഈ മണ്ണിനകത്ത് കുഴി കുഴിക്കുന്നു, ഈ കുഞ്ഞു കൈ കൊണ്ട് കുഴി കുഴിക്കുന്നു. എന്നിട്ട് കടൽ തീരത്ത് പോയി ആ കുഞ്ഞു കൈയിൽ വെള്ളം കോരുന്നു. അപ്പോൾ കുറേ അങ്ങ് പോകല്ലോ, കൊണ്ട് ഈ കുഴിയിൽ ഒഴിക്കുന്നു. പിന്നെയും പോയി ഓടിക്കൊണ്ട് വന്ന് കുഴിയിൽ ഒഴിക്കും. ഈ അഗസ്തീനോസ് കണ്ട്, അയ്യോ കുഞ്ഞ്, നീ എന്തോ ഈ കാണിക്കുന്നത്? ഞാൻ ഈ കടലെല്ലാം ഈ കുഴിക്കകത്ത് കൊണ്ട് നിറയ്ക്കാൻ പോകുന്നോ? അയ്യോ പൊട്ടനെ, നീ എന്തോ പറയുന്നു എന്നൊക്കെ ചോദിച്ച് കുറേ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് അപ്രത്യക്ഷമായി.
അപ്പോൾ ഇയാൾ ചിന്തിക്കുന്നത് ഇതെന്തോ എന്നെ പഠിപ്പിക്കാൻ വന്നതാ, ഇതൊന്നും സാധിക്കണം. അതുകൊണ്ട് ഈ അണ്ടകടാകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മളെ ഇതുപോലെ ഈ തലച്ചോറ് തന്നു, ഈ കണ്ണ് തന്നു, മൂക്ക് തന്നു, എന്തോ കരാത്തരോ എന്തോ അനുഗ്രഹം തന്നു. അനുഗ്രഹം തലച്ചോറിനകത്താണെങ്കിൽ 1,00,000 കെമിക്കൽ റിയാക്ഷൻ ഇപ്പം നടക്കുന്നത്, നമ്മൾ ഉണർന്നിരിക്കുന്നത്. 50,000 നടക്കുന്നുണ്ട് ഉറങ്ങുമ്പോൾ. അതിനകത്ത് ഒരു കോശത്തിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാകുമോ? പക്ഷെ അതുപോലെ അദ്ദേഹത്തിൻ്റെ തലച്ചോറാപ്പടെ കോഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ യുവാക്കളുടെ കൂടെ. അപ്പം മനസ്സിലായി ഈ വലിയ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്നെ ഞങ്ങളെല്ലാം പരിപാലിക്കുന്ന ദൈവത്തെ ഈ കൊച്ചു തലച്ചോറിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുകയില്ല എന്ന് പഠിപ്പിക്കാനാണ് ഈ കുഞ്ഞ് വന്ന് എന്ന് മനസ്സിലായി. കുഞ്ഞ് ഒരു ദൂതൻ പോലെ വന്നതാണ്. അതാ എൻ്റെ മനസ്സിൽ ഇപ്പം തോന്നിയത്. നമ്മളെന്തോരം അത്ഭുത സൃഷ്ടിയാ. അയ്യോ, ഒരു കോശം ഒരു തലമുടി കിഴുതു പോയെങ്കിൽ അവിടെ കിടന്ന് പഠിക്കുകയോ. പിന്നെ ഇപ്പോഴത്തെ ഈ യുവാക്കളിൽ ഈ മദ്യം മയക്കുമരുന്ന് എന്താ പറഞ്ഞുകൊണ്ട് നമുക്കിതെന്താ ആദ്യം ചിന്തിക്കേണ്ടത്? ദൈവത്തെ അറിയാൻ ഞാൻ പറഞ്ഞതാണ്. നമ്മളെ ദൈവത്തിൻ്റെ കൃപ ഇല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ഒരണുവായിട്ട് അമ്മയുടെ ഉദരത്തിൽ ജനിച്ചാലോ ഒന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ഒരു ക്രോമസോമിൻ്റെ അല്ലെങ്കിൽ ഒരു ജീൻ അതിനൊരു ഒരെണ്ണത്തിനൊരു ചലനം വന്നു കഴിഞ്ഞാൽ നമ്മളല്ലേ മാറിപ്പോവും. അത്രയ്ക്ക് കൃത്യമായിട്ട് സൃഷ്ടിച്ച് ഏകദേശം 10 മാസം അവിടെ സൂക്ഷിച്ചു. എന്തെല്ലാം നടന്നു അറിയുന്നു. എന്തെല്ലാം നടന്നു, അത്ഭുതം നടന്നിരിക്കും. അവിടുത്തെ കണ്ണായി, മൂക്കായി, തലച്ചോറായി, ആന്തരിക അവയവമായി, ഭാഗ്യമായി എല്ലാം തന്നെ പൂർണ്ണ ശിശുവായിട്ട് ജനിച്ച് വീഴും. പിന്നെ ഈ ലോകത്തിൽ എന്തോ തരാത്തത്, എന്തോ നമുക്ക് തരാത്തത്? ചിലപ്പോൾ നമ്മൾ പരാതി പറയുമായി അതില്ല. പക്ഷേ എല്ലാം തന്ന് നമ്മളെ സംരക്ഷിക്കും. നമുക്ക് ആരോഗ്യം തന്നു, ബുദ്ധി തന്നു, പഠിക്കാൻ കഴിയുമെന്നു, പണം തന്നു, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സമൂഹം പ്രവർത്തിക്കാനെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓർക്കുമ്പോൾ ദൈവം നമുക്ക് പിന്നെ നമ്മളെല്ലാം കണ്ടായിപ്പോൾ തിരിച്ചറിയാം. ഇതിൽ കൂടുതൽ അത്ഭുതം എന്തുവാ? എന്നാൽ എല്ലാവർക്കും തലയുണ്ട്, കഴുത്തുമുണ്ട്, കൈയും കാലും എല്ലാം ഉണ്ട്, കണ്ണും മൂക്കിനും. ഓടാനുകൂടി മനുഷ്യരുള്ള ഈ ലോകത്തിൽ എല്ലാവരെയും കണ്ടാൽ തിരിച്ചറിയാം. എല്ലാവരുടെയും ശബ്ദം വ്യത്യാസമാണ്. എൻ്റെ ശബ്ദം പോലെ നിങ്ങളുടെ ശബ്ദം. പിന്നെ കയ്യിലെ വര, ഇത്രയും അത്ഭുതമായ ബന്ധമുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മളെ തന്നെ തലയിൽ കൈ വെച്ച് നോക്കിയാൽ മതി ദൈവത്തിൽ വിശ്വസിക്കാതെ. ഒന്നും സംശയിക്കേണ്ടതല്ല. അകത്തു നിന്നും സംശയിച്ചവരൊന്നും സംശയിച്ചിട്ട് കാര്യമില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു. നമ്മുടെ കഴിവൊന്നും അല്ലത്. അത് പറയാൻ ഒക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബയെ വായിക്കാനൊരു അവസരം ലഭിച്ചില്ലേ? അതിനെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? അതൊന്നും മുമ്പേ പറഞ്ഞ പോലെ എനിക്കൊരിക്കലും അങ്ങനൊരു അവസരം ഉണ്ടാക്കാൻ വിചാരിച്ചില്ല. അത് സഭയിൽ ഒരു ക്രൈസിസ് ഉണ്ടായി. പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനി മരണാസന്നനായി. പക്ഷേ അസോസിയേഷൻ നടത്താൻ കൽപ്പന പുറപ്പെടുവിച്ചു. പിൻഗാമിയില്ല, പിൻഗാമിയെ തിരഞ്ഞെടുക്കാനും ഒക്കെ ആയിട്ട് കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ ആര് വേണമെന്നുള്ളതൊക്കെ ഞാനൊന്നും അറിയുന്നില്ല. നിന്നതോ ചില ചർച്ചയായപ്പോൾ അത് ആദ്യം പട്ടമേറ്റ ആളെന്നോ എന്നൊക്കെ ഉള്ള സംശയം. പക്ഷേ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ഭരണഘടന എഴുതിയപ്പോൾ അദ്ദേഹം വലിയ ബുദ്ധിമാനും ഒക്കെ ആയിരുന്നതുകൊണ്ട് അതിൽ ഒരു ക്ലോസ് എഴുതിയത് ഇതുപോലെ എന്തെങ്കിലും ഒരവസരം ഉണ്ടായാൽ പിൻഗാമിയെ തിരഞ്ഞെടുക്കാതെ കാതോലിക്കായ വലമെത്രാപ്പൊലീത്ത ഫലം ചെയ്താൽ അതിനെ അടുത്തത് ഏറ്റെടുത്ത് നടത്തുവാൻ യോഗ്യതയുള്ളത് പ്രായത്തിൽ സീനിയറായിരിക്കുന്ന മെത്രാപ്പൊലീത്ത ആയിരിക്കണം, അല്ലാതെ പട്ടത്വത്തിലല്ല എന്നാണ് നമുക്ക് വ്യക്തമായിട്ട്. അങ്ങനെ മുൻപ്
യാദൃച്ഛമായിട്ട് എനിക്കാണ് ആ നിയോഗം വന്നു. പ്രായം എനിക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൽപ്പന തന്നു. ആ കൽപ്പന അനുസരിച്ച് എല്ലാവരും സഹകരിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ഉണ്ടായി. തിരുമേനിമാരെ സഹകരിച്ച് ഒന്നിച്ച് വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി എല്ലാം കൂടി പരിശുദ്ധ സുന്നതോസ് വിളിച്ചു കൂട്ടി അവർ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് സുന്നതോസിൽ ഇപ്പോഴത്തെ പരിശുദ്ധ ബാവാ തിരുമേനിയുടെ പേര് തിരഞ്ഞെടുക്കാനായി പിറ്റേ ദിവസം തന്നെ വാഴിച്ച് ഇല്ല അങ്ങനെ ചടങ്ങ് നടന്നു. അതിന് ദൈവം ആരോഗ്യവും ശക്തിയും തന്നു. അതാ നടന്നു. ഇപ്പം ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. അന്നത്തെ പണ്ട് കാലത്തും ഇപ്പത്തെ തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇടവകയിൽ ഒരുപാട് മാറ്റമുണ്ട്. ഇടവക ജനങ്ങളിൽ ഒരുപാട് മാറ്റമുണ്ട്. തിരുമേനി ഒരു മാറ്റത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് മാറ്റമായിരിക്കും? ഒരു ഇടവകയിൽ ഇപ്പോൾ ഒരുപാട് ഇടവകയിൽ നിന്നിട്ടുണ്ട്. ഭദ്രാസനങ്ങൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു മാറ്റം നമ്മുടെ ക്രിസ്തീയ ജനങ്ങൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് മാറ്റമായിരിക്കും അത്? മാറ്റം എൻ്റെ മനസ്സിലെ മാറ്റം പറഞ്ഞാൽ അത് നടപ്പാകില്ലെന്ന് എനിക്കറിയാം. കാരണം ആധുനികതയുടെ അതിപ്രസരം നമ്മുടെ ഭവനങ്ങളിലും പള്ളികളിലും ആയിക്കഴിഞ്ഞു. അതിപ്രസരമായി. അത് ഇപ്പോഴും മൈക്കില്ലാത്ത പള്ളിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. ഞാൻ അച്ഛനായി മെത്രാച്ചനാകുന്ന വരെ പള്ളികളിലെല്ലാം മൈക്കില്ല. ഒരു മൈക്ക് പോലുമില്ല. പിന്നെ അബദ്ധത്തിന് വല്ലതും വലിയ പെരുന്നാളുകളിലെങ്ങാനും ഒരു ബൈക്ക് കൊണ്ടുവരും, അത് പൊടുകയും ചെയ്യും. ഞങ്ങളൊക്കെ സാധാരണ എല്ലാവരും അടുത്ത് നിന്ന് ഇപ്പോൾ പള്ളിയിലെല്ലാം പഠിക്കാതെ വിറ്റിടയിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ മൈക്ക് കൊടുക്കും. എല്ലാവരുടെയും ആവശ്യത്തിന് മൈക്കുണ്ട്, എല്ലാവർക്കും സൗകര്യമുണ്ട്, ഫാനുണ്ട്. പിന്നെ കാലാവസ്ഥ ഒത്തിരി വ്യത്യാസമായി, അതുകൊണ്ട് ചൂട് കൂടി, അത് ശരിയാണ്. പണ്ട് ഈ എൻ്റെ അടുത്ത പുത്തങ്കാവ് പള്ളിയിൽ ഇലക്ട്രിസിറ്റി ഇല്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, മൈക്കില്ല, ബൾബും ലൈറ്റും ഒന്നുമില്ല. എല്ലാം മെഴുകുതിരി കത്തിച്ച് വെച്ച്, നിലവിളക്കും കത്തിച്ച് വെച്ച് ആളുകളെല്ലാവരും ഒന്നിച്ച് നിന്ന് ചൊല്ലി. ഞാൻ അക്കരെ ഇടനാട് പ്രദേശത്ത് നിന്നുകൊണ്ട് പുത്തങ്കാവ് പള്ളിയിൽ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പം ബന്ധക്കാർ മാത്രത്തിന് മറ്റവരെല്ലാം കൈവച്ചേക്കും. അത് ആരാധനയൊന്നും അല്ല. അങ്ങനത്തെ കാലം എന്നാൽ ഞാനും ആ കൂട്ടത്തിൽ പെടുത്താം. അതുകൊണ്ട് ഇപ്പോൾ ഈ മാറ്റം പറഞ്ഞാൽ നടക്കുകയെന്നറിയാം. എനിക്കൊരാഗ്രഹമുണ്ട്, മൈക്കില്ലാതെ ഇപ്പം ഈ പ്രായത്തിലായാലും മൈക്കില്ലാതെ ഈ പള്ളിയിലായാലും ഒരു കുർബാന ചൊല്ലണമെന്ന് മൈക്കില്ലാതെ. എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇഷ്ടംപോലെ അച്ഛന്മാർ വന്ന് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ, ഒരു പള്ളിക്ക് പോലും മൈക്കില്ലായിരുന്നു. പിന്നെ സൗകര്യങ്ങൾ വേണം, അത് സംശയമില്ല. ആവശ്യത്തിന് നന്നായിട്ട് ഉപയോഗിക്കണം. മൊബൈൽ പള്ളി കയറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അച്ഛനായാലും മെത്രാച്ചനായാലും ഹൈമേനിയായാലും എൻ്റെ അഭിപ്രായം. അതും കൊണ്ട് പള്ളിക്കകത്ത് കയറുക. എനിക്ക് ഒരനുഭവം വന്നത്, ഒരു കൊച്ചു പള്ളിയിൽ ഞാനൊരു കല്യാണം നടത്തുക, ഒരു 10-15 ദിവസം മുമ്പാണ്. കൊച്ചു പള്ളിയാണ്, ഇതിനേക്കാൾ ചെറുതാണ്. കല്യാണത്തിന് ആൾ നല്ലവണ്ണം ഉണ്ട്, ഇഷ്ടം പോലും. അപ്പം ഞാൻ മുന്നോട്ട് നോക്കിയപ്പോൾ ഈ ക്യാമറ ഇതുപോലെ മുക്കാലി ഒരു 4-5 ഉണ്ട്. പിന്നെ കൊട, അവിടെ ഇവിടെയും കൊട. അപ്പം തന്നെ എൻ്റെ മൂഡ് പോയി. വന്നപ്പോൾ അബദ്ധത്തിൽ ഞാൻ എൻ്റെ കാലയിൽ ഈ ഇതിൻ്റെ കാല് തട്ടി ഈ കൊട താഴെ പോയി. അത് മണവാട്ടിയുടെ തലയിലാണ് വീണത്. പാടെ പിന്നെ ഒരു തരത്തിലൊക്കെ തുടങ്ങി, കല്യാണം തുടങ്ങി. 24 ക്യാമറയുടെ ഈ ലൈറ്റ് മുഴുവൻ എൻ്റെ ചെവിക്കകത്തോട്ട് കയറി. എനിക്ക് തലവേദന തോന്നി. 24 ക്യാമറ, അതായത് വിശുദ്ധ ഗീവർഗീസ് തിരുവമ്പാവായുടെ കാലത്ത് ഒരു ക്യാമറ പോലും പള്ളിയിൽ കയറ്റാൻ അനുവാദമില്ലായിരുന്നു, ഒരു കാരണവശാലും. 24 ക്യാമറയുടെ ലൈറ്റും അതിൻ്റെ ഡിസ്റ്റർബൻസ്, ആരാധന ഒരു ഡിസ്റ്റർബൻസ് ഇല്ല നിർത്താൻ ഒക്കാത്ത അവസ്ഥ. മുട്ട നടന്നു ഫോട്ടോ എടുക്കുന്നു, മലന്ന് കിടന്ന് ഫോട്ടോ എടുക്കുന്നു,
എല്ലാ ആരാധനയിലെ നമുക്ക് ശ്രദ്ധ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. അങ്ങനത്തെ അവസ്ഥ ഇത് മാറ്റാൻ പറഞ്ഞാൽ ഇപ്പം മണവാട്ടിയുടെ വക ഒരു സെറ്റ്, മണവാളൻ്റെ വക ഒരു സെറ്റ്, പിന്നെ അന്ന് വന്ന കുട്ടികളുടെ കയ്യിലെല്ലാം മൊബൈൽ, അവരെല്ലാം പടർത്ത്. അപ്പോൾ എൻ്റെ ശ്രദ്ധ ഇതെല്ലാം കവിഞ്ഞ് വേണം പോകാൻ ആരാധിക്കാൻ, ശൂദാശാടുത്ത അങ്ങനത്തെ അവസ്ഥ വന്നിരിക്കുന്നു. നിങ്ങളല്ല, എല്ലാ കത്തോളച്ചന്മാരും വിചാരിച്ചാലും ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആഗ്രഹം പറഞ്ഞോന്നുള്ളേ ഉള്ളൂ. അറിയാൻ വിചാരിച്ചാൽ നടപ്പിക്കൂടെ. ഇതിൽ ആരും മൈക്കെല്ലാം എടുത്തിട്ട് ഒരു കുർബാന പാട്ട്. അപ്പം ആളുകൾ അടുത്ത് നിൽക്കും. ഞാൻ അധ്യാപകനായിരുന്നുകൊണ്ട് പക്ഷെ അതിന് ആദ്യം ഒരു പ്രിൻസിപ്പളുണ്ട്, വീട്ടിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ പറയും, നമ്മൾ അലച്ച് ഹൈ സൗണ്ടിൽ പഠിപ്പിക്കാൻ ഒരു പീരീഡ് പഠിക്കുകയും. ഇപ്പം എനിക്ക് പ്രായമായതുകൊണ്ട് ഞാൻ ഇതൊക്കെ കൊണ്ടുവരുന്നു. അന്നൊക്കെ 5 മണിക്കൂർ പഠിപ്പിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ആദ്യത്തെ ക്ലാസ്സിൽ വലിയ ശബ്ദത്തിൽ പഠിപ്പിച്ചാൽ രണ്ടാമത്തെ ക്ലാസ്സിൽ വെള്ളം കുറിച്ച് പോകും. അതുകൊണ്ട് ഒരു മിനിമം സൗണ്ടിൽ പഠിപ്പിക്കാവുന്ന ആ സൈക്കോളജിസ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ആളുകളുടെ ശ്രദ്ധ ഉണ്ടാകണം. അതുകൊണ്ട് ഈ പള്ളി വരുന്നവരായാലും അച്ഛൻ്റെ ഒരു മാക്സിമം സൗണ്ടിൽ ചൊല്ലട്ടെ. അവരടുത്ത് നിന്ന് ഇപ്പം വരാന്ത നിന്നോണ്ടും പള്ളിയുടെ കിഴപ്പുറത്ത് നിന്നോണ്ടും പള്ളിയുടെ പടിഞ്ഞാറത്ത് നിന്നും മരത്തിൻ്റെ ചോട്ടി നിന്നുകൊണ്ടുമായി ഇപ്പോൾ കുർബാന കുർബാൻ തരിക. അത് മതിയെന്ന് അവർ വരച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല നമ്മുടെ പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നതും ചെയ്തതും. അതവർക്ക് പിന്നെ ഇപ്പോഴത്തെ കുമ്പസാരവും ഔസോയോ ഒന്നും അല്ലായിരുന്നു അന്ന്. ചോദിന് കുമ്പസാരിക്കുമായിരുന്നു. ഇപ്പോൾ ഒറ്റ അച്ഛനുണ്ട് 500 പേരുള്ള പള്ളിയിൽ. അച്ഛൻ 1 സെക്കൻഡ് കൊണ്ട് ഒരു കുമ്പസാരം നടത്തും, ഔസോയോ നടത്തും. പിന്നെ അങ്ങ് പരിഷ്കാരം വന്നു എല്ലാവരും. അച്ഛന്മാർക്കും മൊബൈലായി, ന്യൂണർക്കും മൊബൈലായി, അതില്ലാതെ ജീവിക്കാനൊക്കത്തില്ല എന്ന അവസ്ഥയായി. ആധുനികരുടെ അതിപ്രസരം വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? സമഷ്ടിയുടെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കർഷക, എനിക്കതിൻ്റെ അനുഭവം അറിയാം. മരങ്ങൾ കൊണ്ട് എനിക്ക് ഒരുപാട് ആദായം ലഭിച്ചിട്ടുണ്ട്. ഞാൻ വെച്ച മരങ്ങൾ തേക്കായാലും മഹഗണി ആയാലും മറ്റും തെങ്ങിൽ നിന്ന് ക്ലാവിൽ നിന്ന് പോലെ ഇഷ്ടംപോലെ വെച്ചിട്ട് ഞാൻ വെച്ച ഒരു മരം തന്നെ ഒരു 20 വർഷമായപ്പോഴത്തേക്ക് 1.5 ലക്ഷത്തിന് 2 ലക്ഷത്തിന് ഇന്ന് തേക്കൊക്കെ 4 ലക്ഷത്തിനൊക്കെ വിറ്റിട്ട് വലിയ ഞാൻ പള്ളിയിലൊക്കെ മരങ്ങൾ വിൽക്കുമായിരുന്നു. ഒരു കാലത്ത് അവർക്കത് മുതലാകും. വീടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പത്തനംതിട്ട ചെന്ന് വെച്ച മരങ്ങൾ ഉപയോഗിച്ച് ഇഷ്ടംപോലെ ഉപകരണങ്ങളുണ്ടാക്കിയിട്ടാണ്. മരങ്ങൾ മരമാണെന്നൊരു സംശയമില്ല, കാരണം അതെന്തെല്ലാം നമുക്ക് ചെയ്തു തരുന്നു. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് ഒരു പ്രകൃതിയോടൊരു അഫിനിറ്റി ഉണ്ടായ അറിയാം. അത് നമുക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, ഗുണമേ ചെയ്തു. പക്ഷെ നമ്മൾ അതിന് ദോഷം ചെയ്ത് അപ്പോൾ അത് മണ്ണ് മോശമായി, വായു മോശമായി, വെള്ളം മോശമായി, എല്ലാം പോയി. ഇപ്പോൾ ഒന്നിനും കൊള്ളാത്ത പരിപാടി. നമ്മളതിനെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ അത് ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിലൊരു വലിയൊരു പ്ലാവുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, അങ്ങ് കാവ്യ എൻ്റെ വല്യപ്പത്തിന് പതിവല്ലേ അതെന്നാണ് ആരുണ്ടാക്കിയ വെട്ടാത്ത പിന്നെ വെച്ചായിരുന്നു. അതിനകത്ത് നോക്കിയാൽ ആദായം ഇഷ്ടം പോലെ കിട്ടി. അങ്ങനെയൊക്കെ ഓരോ മരത്തിൻ്റെ ആദായം കിട്ടും. പിന്നെ നമ്മൾ വിഷം കൂടാതെ കഴിക്കാൻ നമ്മൾ ഒന്ന് ശ്രമിച്ച് നോക്കുക. അത് വിഷം അടിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികം. ഇപ്പോൾ ഈയിടെ ആരാണ്ട് വെജിറ്റബിൾ കഴിച്ച് മരിച്ചു എന്ന് പറഞ്ഞ് എടുത്തു, വിഷം അടിച്ചത്. അപ്പോൾ വിഷം കഴിക്കാതെ നമ്മുടെ പ്രകൃതി മണ്ണിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വളർന്ന് ഉപയോഗിക്കാൻ നോക്കുന്നു. അങ്ങനെ ഒരു ബന്ധം വന്നതുകൊണ്ട് പിന്നെ ആദാമിനും ഹവ്വായ്ക്കും കൊടുത്ത കൽപ്പന തോട്ടം സൂക്ഷിക്കുകയും ചെയ്യണം, അതിൽ വേല ചെയ്യുകയും ചെയ്യണം. രണ്ടുപേരും അതനുസരിച്ചില്ല. അടിച്ചു പുറത്താൽ നമ്മളെ അടിച്ചുകൊണ്ടിരിക്കുക. അടി കിട്ടും, രുചി തൊണ്ട പുറത്താണ് നമ്മൾക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരും.